യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ദൈവവചനം ഓരോ ദിവസവും നാം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവവചനത്തെപ്പറ്റി നാം ചിന്തിക്കുന്നു, ധ്യാനിക്കുന്നു. ദൈവവചനം നാം കേൾക്കുമ്പോൾ ദൈവ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ദൈവ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് കേൾക്കുമ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങൾ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ നിങ്ങൾ ചിലപ്പോൾ അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സമർപ്പിച്ചേൽപ്പിക്കുന്നു. ജീവിതത്തിൽ പരിഹാസം കേട്ടവരുണ്ട്, ആക്ഷേപം കേട്ടവരുണ്ട്, കുത്തുവാക്കുകൾ കേട്ട് മനസ്സ് വേദനിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള അസൂയാലുക്കളും അസ്വസ്ഥതയുള്ളവരും ചുറ്റും പലവിധത്തിൽ ഞെരുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. എന്ത് കാര്യങ്ങളെ ആലോചിച്ചും ഓർത്തുമാ നിങ്ങളുടെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരിക്കുന്നത്? ഇന്ന് കേൾക്കാൻ പോകുന്ന ദൈവവചനത്തിലോട് ചേർത്ത് വയ്ക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം കേൾക്കാൻ ഒരുങ്ങുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ. വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ദൈവവചനം കേൾക്കാതെയോ പ്രാർത്ഥിക്കാതെയോ ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് അകലെയാണോ? നമുക്കവരെ ഓർത്ത് ആദ്യം പ്രാർത്ഥിക്കണം. ദൈവവചനം കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ്, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന വ്യക്തി, ഇന്ന ആളുകൾ, ഇന്ന മകൻ, മകൾ, പിതാവ്, അമ്മ, സഹോദരൻ, സഹോദരി, ആരോ ദൈവത്തിൽ നിന്ന് ദൈവിക കാര്യങ്ങളിൽ നിന്നൊക്കെ അകലെയാണ്. അവരെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആദ്യം കൊണ്ടുവന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ഒരു വലിയ അനുഭവം അവർക്കുണ്ടാകട്ടെ. ഇന്ന് നാം ഈ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ വസ്ത്രം കീറിയാൽ തുന്നൽക്കാരൻ്റെ അടുത്ത് നമ്മളുടെ ആ വസ്ത്രം കൊണ്ടു ചെല്ലും. നമ്മൾ ധരിക്കുന്ന ചെരുപ്പിൻ്റെ വള്ളി പൊട്ടിപ്പോയാൽ നമ്മൾ ആൾക്കാരോട് അന്വേഷിക്കും, ഈ ചെരുപ്പ് തുന്നുന്ന ആൾ എവിടെയാണ് ഉള്ളത്? ആ ചെരുപ്പ് തുന്നുന്ന ആളുടെ അടുത്ത് കൊണ്ടുപോയി ചെരുപ്പ് വീണ്ടും തുന്നിക്കും. വാഹനം ഓടിക്കുന്ന ഒരാളാണെങ്കിൽ വാഹനത്തിന് എന്തെങ്കിലുമൊക്കെ കേടുപറ്റിയാൽ, വാഹനം ഓടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായാൽ നമ്മൾ കൊണ്ടുപോകുന്ന വർക്ക്ഷോപ്പിലേക്കാണ്. മെക്കാനിക്കിൻ്റെ കയ്യിൽ വാഹനം ഏൽപ്പിക്കും. ഓരോ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവരിൽ ആ പ്രശ്നപരിഹാരത്തിന് വസ്ത്രമാണേലും ചെരുപ്പാണേലും വാഹനമാണേലും ഏൽപ്പിക്കും. ഇതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിലും കീറലുകൾ വരാം. മനുഷ്യൻ്റെ ജീവിതത്തിലെ ബന്ധങ്ങളിൽ ചില കുത്തുവിട്ടുപോകുന്ന അവസ്ഥ വരാം. വാഹനത്തിന് കേടുപറ്റിയതുപോലെ ജീവിതത്തിന് കേടുപറ്റാം. ജീവിതം തകരാറിലാകാം, പ്രതിസന്ധികളിലാകാം, ആകെ മനസ്സ് വിഷമിച്ചു പോകുന്ന സാഹചര്യങ്ങൾ വരാം. അപ്പോൾ ദൈവനിയോഗമുള്ള സ്ഥലത്ത്, ദൈവനിയോഗമുള്ള മനുഷ്യരുടെ അടുത്ത് നമ്മുടെ ജീവിതത്തെ കൊണ്ടുചെല്ലണം. നമ്മൾ പ്രാർത്ഥിക്കണം. അതിലൂടെ അവരുടെ പ്രാർത്ഥന ജീവിതത്തിൽ മരുന്നായി മാറും. അവരുടെ പ്രാർത്ഥന നമ്മുടെ സൗഖ്യത്തിന് കാരണമാകും. അവരുടെ പ്രാർത്ഥന നമ്മുടെ വിടുതലിന് കാരണമാകും. അവരുടെ പ്രാർത്ഥന നമ്മുടെ ജീവിതം പുതുക്കിപ്പണിയാനിടയാകും. ഇന്ന് ഈ വചനം ഒന്ന് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം മുതലൊന്ന് വായിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തിൻ്റെ അന്ത്യമാണ്. 8-ാമത്തെ വാക്യം. ഭൂമിയിൽ വെള്ളമിറങ്ങിയോ എന്നറിയാൻ ഒരു പ്രാവിനെയും വിട്ടു. 9-ാമത്തെ വാക്യം. കാലുകുത്താൻ ഇടം കാണാതെ പ്രാവ് പേടകത്തിലേക്ക് തിരിച്ചു വന്നു. ഭൂമുഖത്തെല്ലാം അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ കൈ നീട്ടി
പ്രാവിനെ പിടിച്ച് പെട്ടകത്തിലാക്കി. എന്നതാണെന്നറിയോ സംഭവം? നോഹിൻ്റെ കാലത്തൊരു വലിയ പ്രളയമുണ്ടായി. നോഹിൻ്റെ പെട്ടകത്തിലുണ്ടായിരുന്ന ജീവജാലങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി. അങ്ങനെ വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ ഒരു പ്രാവിനെ നോഹ പറത്തിവിട്ടു പെട്ടകത്തിൽ നിന്ന്. കാലുകുത്താൻ ഇടം കാണാതെ ഒരു സ്ഥലം പോലും ഇരിക്കാനില്ല, മുഴുവൻ വെള്ളമായതുകൊണ്ട് പ്രാവ് തിരിച്ച് ആ പെട്ടകത്തിലേക്ക് വന്നു. നോഹ കൈ നീട്ടി ആ പ്രാവിനെ പിടിച്ച് പെട്ടകത്തിനകത്താക്കി. ഇനി 7 ദിവസം കഴിഞ്ഞ് 10ാമത്തെ വാക്യമാ, 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിൽ നിന്ന് പുറത്തു വിട്ടു. എത്ര ദിവസം? 7 ദിവസം കഴിഞ്ഞ്. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. പ്രാവ് തിരിച്ചു വന്നത് ഒരടയാളമായിട്ടാണ്. പ്രാവ് പോയി പ്രാവ് തിരിച്ചു വന്നു എന്നല്ല, ഒരടയാളം കൊണ്ടുവന്നു. കൊത്തിയെടുത്ത ഒരൊലിവിലയുമായിട്ടാണ് ആ പ്രാവ് തിരിച്ച പെട്ടകത്തിലേക്ക് വന്നത്. പ്രിയപ്പെട്ടവരെ, 7 ദിവസം കൂടി നോഹ കാത്തിട്ട് പ്രാവിനെ തുറന്നു വിട്ടപ്പോൾ നോഹ കണ്ടു ആ പ്രാവ് വരുന്നത് ഒരടയാളമായിട്ട്, കൊത്തിയെടുത്തൊരു ഒലിവിലയുമായിട്ടാണ് വന്നത്. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളം ഇറങ്ങിത്തുടങ്ങിയെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവുണ്ടെന്ന്, ഈ പ്രാർത്ഥനയിൽ ഒരത്ഭുതം നടക്കുമെന്ന്, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ അനുഗ്രഹമാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാവും. ഒരടയാളം സംഭവിക്കട്ടെ. കൊത്തിയെടുത്ത ഒലിവിലയുമായി ഒരു പ്രാവ് തിരിച്ച പെട്ടകത്തിലേക്ക് പറന്നു വരുന്നത് നോഹയെ ഒത്തിരി സന്തോഷിപ്പിച്ച് കാണും. വെള്ളം ഇറങ്ങിയല്ലോ, ഒരു പ്രതീക്ഷയ്ക്കൊരു വകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ഒരൊലിവില പോലെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്, നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ തലമുറയിലേക്ക് വരുന്നത്, നിങ്ങളുടെ ആരോഗ്യത്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ സാമ്പത്തികത്തിലേക്ക് വരുന്നത് കാണാൻ, കൺകുളിരെ കാണാൻ അനുഗ്രഹവും ഭാഗ്യവും ഉണ്ടാകട്ടെ. അപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി വെള്ളം ഇറങ്ങാൻ തുടങ്ങി, കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാകാൻ തുടങ്ങി. 7 ദിവസം കൂടി കാത്തപ്പോൾ പ്രാർത്ഥനയ്ക്കുത്തരം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി, ചില അടയാളങ്ങൾ, എൻ്റെ പ്രാർത്ഥന കേട്ടതിന്, എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടതിന്, എൻ്റെ രോഗം സൗഖ്യമായതിന് ചില അടയാളങ്ങൾ ദൈവം കാണിച്ചു തരും. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകൾക്ക് ചില അടയാളങ്ങൾ നൽകണമേ, ഞങ്ങളെ അനുഗ്രഹിച്ചതിനൊരു അടയാളം തരണമേ, ഞങ്ങൾ ഈ വചനം കേൾക്കുന്നതിന് തക്കതായ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. ഒരനുഭവം, ചില ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, അവർക്കൊരു അനുഭവം ഉണ്ടാകാത്തവരുണ്ട്. ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ടൊരു ദൈവീക ഇടപെടലും ഉണ്ടായില്ലല്ലോ എന്നൊരു കുഞ്ഞ് പരാതി പറയുന്നവരുണ്ടാകാം. ആരുമാകട്ടെ, ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം എൻ്റെ കാര്യത്തിൽ ഇടപെട്ടില്ലല്ലോ എന്ന് വിഷമിക്കുന്നവരുണ്ടാകാം. ഇനി തൊട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി തൊട്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഓരോന്നും അതാത് സമയത്ത് അത് അനുഗ്രഹമായി വെളിപ്പെട്ടോളും. ഓരോന്നും അതാത് സമയത്ത് ചില അടയാളങ്ങൾ ഉണ്ടാകും. മനസ്സ് വിഷമിച്ചിരിക്കരുത്, മനസ്സ് വേദനിക്കണ്ട. ഇന്ന് കേൾക്കുന്ന വചനം ഒരടയാളമായി മാറും. ഭൂമി മുഴുവൻ വെള്ളം കൊണ്ട് നിറഞ്ഞ് ഒന്നും പ്രതീക്ഷയ്ക്കൊരു വകയില്ലാതിരിക്കുമ്പോഴാണ് നോഹ ഒരു പ്രാവിനെ തുറന്നു വിടുന്നത്. അതൊരു ആദ്യം നിരാശയോടെ തിരിച്ചു വന്നേ, 2 ഒരടയാളമായിട്ടാണ് വന്നത്. നമ്മളും പ്രാർത്ഥിച്ച പ്രാർത്ഥന കേട്ടില്ലല്ലോ, ശരിയായില്ലല്ലോ, അതുകൊണ്ടൊരു ഗുണമുണ്ടായില്ലല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ മനസ്സുമടുക്കാതെ ചില ദിവസം കൂടി കാത്തിട്ട് അതേ പ്രാവിനെ വീണ്ടും തുറന്നു വിടുമ്പോൾ വെറുതെയല്ല, കൊത്തിയെടുത്ത ഒരൊലിവില ജീവിതത്തിലും നിങ്ങൾക്കും കാണാൻ കഴിയട്ടെ. പ്രതീക്ഷയുടെ ഒരൊലിവില നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ സാമ്പത്തികത്തിൽ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, നിങ്ങളുടെ പഠനത്തിൽ, പരീക്ഷയിൽ, ആരോഗ്യത്തിൽ, ബന്ധങ്ങളിൽ, ബിസിനസ്സിൽ, വരുമാന മാർഗങ്ങളിൽ, കൃഷിയിടങ്ങളിൽ,
കാണാൻ കഴിയട്ടെ ദൈവം ഇടപെട്ടതിൻ്റെ, ദൈവം സഹായിച്ചതിൻ്റെ ചില ഒലിവിലകൾ. പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ വചനത്തെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കുന്നതിന് നന്ദി. കർത്താവേ, അങ്ങയുടെ വചനം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും സഹായിക്കണമേ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ, രോഗശാന്തികൾ ഉണ്ടാകട്ടെ, രോഗം സൗഖ്യമായതിൻ്റെ ചില അടയാളങ്ങൾ ഉണ്ടാകട്ടെ, പ്രശ്നങ്ങളൊക്കെ മാറിയതിൻ്റെ ചില അടയാളങ്ങൾ ഉണ്ടാകട്ടെ, പ്രതിസന്ധികൾ മാറിയതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ, കുടുംബജീവിതം അനുഗ്രഹമായതിൻ്റെ അടയാളം ഉണ്ടാകട്ടെ, സൗഖ്യവും വിടുതലും ലഭിച്ചതിൻ്റെ അടയാളങ്ങൾ ഉണ്ടാകട്ടെ. കർത്താവ്, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും, ഭവനത്തെയും, സാഹചര്യത്തെ, ഓരോ മുറികളെയും അനുഗ്രഹിക്കണമേ. ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ദൈവം തരുന്ന അനുഗ്രഹത്തിൻ്റെ ചില അടയാളങ്ങൾ കാണുന്ന നല്ല ദിവസമായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, ആപത്തനർത്ഥങ്ങൾ സകലതും മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ. നിലനിൽക്കുന്ന ഐശ്വര്യമുണ്ടാകട്ടെ. പഠന വിജയങ്ങളുണ്ടാകട്ടെ. പരീക്ഷകൾ വിജയിക്കട്ടെ. ഇൻ്റർവ്യൂ വിജയിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ദൈവ സാന്നിധ്യമുണ്ടാകട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ദൈവ സാന്നിധ്യമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഒരു ഉയർച്ചയുണ്ടാകട്ടെ. ജീവിതത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വളർച്ചയുണ്ടാകട്ടെ. നഷ്ടങ്ങൾ, പരാജയങ്ങൾ മാറിപ്പോകട്ടെ. ആരുടെ മുമ്പിലും കൈനീട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. ആവശ്യമായത് ദൈവം നിങ്ങളുടെ കൈകളിൽ തരുന്ന സമയമുണ്ടാകട്ടെ. ഒരു ദോഷവും നിങ്ങൾക്ക് വരില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും നിങ്ങളുടെ കൂടാരത്തെ തൊടുകയുമില്ല. ദൈവത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും കേൾക്കുന്ന വചനങ്ങൾ ദൈവത്തിൻ്റെ ഇടപെടലിന് കാരണമാകും. ഈ വചനമൊക്കെ കേട്ട് നിയോഗത്തോടെ, പ്രാർത്ഥനയോടെ ഇറങ്ങുമ്പം ദൈവം കൈപിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ദൈവം സഹായിക്കട്ടെ. നാളെയും 5:30 ഒരുമിച്ച് നമുക്ക് കാണാം. സാധ്യമായതുപോലെ, ഒക്കുന്ന പോലെ പരിചയക്കാർക്ക്, സുഹൃത്തുക്കൾക്ക് ഈ വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കുക. ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുന്നെങ്കിൽ, അവർക്ക് പ്രതീക്ഷയ്ക്ക് കാരണമാകുന്നെങ്കിൽ അതൊരു സമ്പത്താണ്, സമ്പാദ്യമാണ്. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.